ഇന്ന് ചെറുപയറും കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1.5 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. അത് ആദ്യമേ അതിൻ്റെ പച്ചമണം ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ്. ചെറുതായിട്ടൊരു ബ്രൗൺ കളറാകുന്നവരെ അതൊന്ന് വറുത്തെടുക്കണം. ആവശ്യത്തിന് റോസ്റ്റായി ഒരു ബ്രൗൺ കളറായി. ഇനി സ്റ്റവ് ഓഫ് ചെയ്യാം. പരിപ്പ് ഒരു കുക്കറിനകത്തേക്ക് ഇട്ടിട്ട് ഇതിൻ്റെ അകത്തേക്ക് 4.5 കപ്പ് 3/4 പാൽ ഒഴിച്ച് 2 വിസിൽ വരുന്നവരെ സ്റ്റൗവിൽ വെച്ച് വേവിക്കാം. രണ്ട് വിസിൽ വന്നു. പരിപ്പ് നല്ലപോലെ വെന്തു. ഇനി ഇത് ഒരു ഉരുളിയിലേക്ക് മാറ്റാം നമുക്ക്. ഇതിലേക്ക് ശർക്കരപ്പാനി ചേർക്കാം. 300 ഗ്രാം ശർക്കര ഉരുക്കിയതാണ്. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി ഒരു കുറച്ച് വെള്ളം പറ്റുന്ന വരെ നമുക്ക് ഇളക്കിക്കൊണ്ടിരിക്കാം. കുറച്ച് കുറുകി വറ്റി വന്നു. ഇനി ഇതിലേക്ക് 2/2 പാൽ ഒഴിക്കാം. ഇതൊരു 3 കപ്പ് പാലുണ്ട്. അതിനുശേഷം ഇളക്കി ഒരു കുറച്ചൊന്ന് കുറുകുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. രണ്ടാം പാല് നല്ലതുപോലെ കുറുകി വന്നു. ഇനി അതിനകത്തേക്ക് ചുക്കും ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കാം. അതിൻ്റെ കൂടെ ഒരു ശകലം ഉപ്പും കൂടി ചേർക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1/4 പാൽ ഒഴിക്കുകയാണ്. ഇതൊരു 2.5 കപ്പുണ്ട്. ഇനി ഇത് തിളപ്പിക്കേണ്ട. നന്നായിട്ടൊന്ന് ചൂടായി കഴിയുമ്പോൾ അതിൻ്റെ അകത്തേക്ക് മുന്തിരിങ്ങയും കപ്പലണ്ടിയൊക്കെ വറുത്തും കൂടെ ചേർത്ത് സ്റ്റവ് ഓഫ് ചെയ്യാം. പായസം റെഡിയായി. ഇനി നമുക്കിത് സെർവ് ചെയ്യാൻ. നല്ലപോലെ തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം.